തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ക്ഷണോ എന്നൊരു സത്യസമയത്തിന് അമ്മ ഒന്ന് ഇടങ്കൂലിട്ടു. ആരെന്ന് പേര് കേട്ടപ്പോൾ അവർ ഞെട്ടിരിക്കുമായിരുന്നു. അമ്മ ഇല്ലായിരുന്നാൽ അപ്പം തന്നെ അവരെ കൊണ്ടെല്ലാം പറയിപ്പിച്ചാനെ. ഇനി റേ ചേച്ചിയുടെ ഡയറികൾ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ. റേംബോൻ്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡയറി എടുത്ത് പിടിച്ച് ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഡയറി എടുത്ത് ഒപ്പിയിൽ ഒളിപ്പിച്ചിട്ട് ഞാൻ താഴേക്ക് ചെന്നതു. വാതിൽക്ക് നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി നിന്നു. നിഹാ ചേച്ചി. ദേവാ, നിന്റെ ഫോണിൽ എന്താ കുറേ മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ട്, ആരാന്ന് നോക്ക് എന്ന് പറഞ്ഞ് റേ ഫോൺ എൻ്റെ കൈ തന്നതും അതേ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നു. ഹലോ ആദിദേവ് സാറല്ലേ? ഞാൻ മന്ത്രി ഹരിനാരായണൻ സാറിൻ്റെ പി ആണ്. അത് കേട്ടതും സോഫയിൽ കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന കാശി ചാടി എണീറ്റു. റയാനാൾ ഞെട്ടി നിൽക്കുക. ഞാൻ വേഗം രണ്ടിനെ നടക്കു പോയിരുന്നു. ഹലോ സർ, ആയുധ യെസ് പറഞ്ഞോളൂ സർ. ഹരിനാരായണൻ സാറിന് അതുപോലെ സാറിൻ്റെ 2 ബ്രദേഴ്സിനെയും ഒന്ന് കാണണം. വിരോധമില്ലെങ്കിൽ ഇന്ന് ഹരിനാരായണൻ സാറിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാമോ? PM അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തോട്ടെ 2 മണിക്ക്. അയാൾ പറയുന്നത് കേട്ട് എന്ത് പറയുന്ന അർത്ഥത്തിൽ ഞാൻ അവന്മാരെ നോക്കിയതും 2 ഓക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതും അയാൾ ലേറ്റ് ആക്കരുതെന്നും പറ്റും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്നാലും എന്തിനായിരിക്കും അയാൾ നമ്മളെ കാണണമെന്ന് പറഞ്ഞത്? ഇനി അയാൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവോ? നെഗറ്റീവ് അടിക്കല്ലേ, എന്താണേലും നമുക്ക് പോയി നോക്കാം. അപ്പം അറിയാമല്ലോ എന്താ സംഭവം എന്ന്. ഞാൻ പറഞ്ഞപ്പോൾ 2 അതിനെക്കുറിച്ച് റെഡിയാക്കിയത് പോയി. ഞങ്ങൾ 3 റെഡി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് വാതിലേക്ക് നോക്കി ഞെട്ടി നിൽക്കുന്ന നന്ദുവിനെയും അതുപോലെ ഞങ്ങളുടെ ഭാര്യമാരെയാണ്. ഇതിന് മാത്രം ആരാണോ വന്നതെന്ന് ഞങ്ങൾ അവിടേക്ക് ചെന്നതും റിൻഷയും ശ്രുതിയും കണ്ട് വശത്തേക്ക് മാറ്റി അകത്തേക്ക് കയറുന്ന നിഹയാണ് കണ്ടത്. നിഹാരാന്ന് മനസ്സിലാത്ത ആളുകൾക്കാണ് ന്യൂ എൻട്രി അല്ല, ആതിര ആൻഡ്രിയും ടൈമിലെ ആഷിയുടെയും ദേവൻ്റെ ഒരു കസിനെ പറ്റി പകടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഹാരിക ത്രിമൂർത്തീസിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ആളുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഓർമ്മ വരാത്തവർ ആ പാട്ടുകളൊന്നും കൂടി പോയി കേൾക്കുന്നതാണ് ഉത്തമം. ഓർമ്മ വന്നവർ എൻ്റെ കൂടെ കമ്മ. നമുക്ക് കഥയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇവളെന്ത് ഇവിടെ? അതും എന്തിന്? ഹായ് ഗൈസ്. ഞങ്ങൾ കണ്ടപാടെ സൺഗ്ലാസ് എടുത്ത് ടേബിളിലേക്ക് നേരെ ഇടിച്ചു കയറി വന്ന് എന്നെയും കാശിയും ഹഗ് ചെയ്തു. റെയ്യു ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് മുങ്ങി ത്രിദേവസിയുടെ അടുത്ത് പൊങ്ങിയിട്ടുണ്ട്. തണ്ടി ബായ്. ഇതേതാ ഈ പുതിയ പിശാച്? ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ മുതൽ ലക്ഷ്മിക്ക് ആൻറ്റിയുടെ മകൾ, നിൻ്റെയൊക്കെ കെട്ടിയന്മാരുടെ മുറപ്പെണ്ണ്. ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് എന്നുള്ളിയ? അപ്രതീക്ഷിതമായ ആഗമനമാണ്. സോ ഉദ്ദേശം വ്യക്തമല്ല. ദേവേട്ടനെ കാശിയേട്ടനാണ് നോക്കി ദഹിപ്പിക്കുന്ന ഭാര്യമാരെ ദയനീയമായി നോക്കിക്കൊണ്ട് മറ്റവളെ പിടിച്ച് മാറ്റാൻ നോക്കുകയാണ്. ബട്ട് നോ രക്ഷ. എവിടെ ഉടുമ്പ് പിടിക്കുമ്പോൾ എങ്ങനെ? ഇതൊക്കെ കണ്ട ഉടുമ്പ് പോലും നാണം കെട്ടുപോയി ആത്മഹത്യ ചെയ്യും. ഇനി ഇവിടെ ഇതേ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ആ പണ്ടാരത്തിനെ ഞാനെടുത്ത് ആ ഭിത്തിയിലൊട്ടിക്കും. ഒരുമാതിരി മുൻജന്മ വൈരാഗ്യമുള്ളതുപോലെ ശ്രുതി പറയുന്നത് കേട്ട് റയാനും നന്ദു ഞാനും അവളെ നോക്കിയിട്ട് റിച്ചു കേടുകയെന്ന് പറഞ്ഞ് അവൾ ശ്രുതിക്ക് കൈകൊടുത്തു. എത്ര നാളായി ഗൈസ് കണ്ടിട്ട്. ഐ മിസ് യു സോ മച്ച്. റയാൻ, നീ എന്താ മാറി നിൽക്കുന്നേ? നീയോ? അവളുടെ മടിയിലിട്ടാണോ ബ്രോക്ക് പേരിട്ടത്? അല്ല, നിങ്ങളെന്തെങ്കിലും നോക്കുന്നേ? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല. മുന്നോട്ട് വന്ന് കിടക്കുന്ന മുടിയെടുത്ത് പുറകിലോട്ട് ഷോ കാണിച്ച്, ഇല്ലെങ്കിൽ നീ എന്നാടി മൂക്കിൽ വലിച്ച് കയറ്റുമെന്ന് പിറുപിറുത്തുകൊണ്ട് എൻ്റെ അപ്പുറം നിൽക്കുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കി. എന്നോ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല. ദാറ്റ്സ് ഇറ്റ്. നിൻ്റെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, പക്ഷേ ഇത്ര വേഗം ഉണ്ടാവുമെന്ന് കരുതിയില്ല. കാശേട്ടൻ്റെ പറച്ചിലിൽ നിങ്ങൾക്കൊരു വശവിശക്ക് തോന്നിയോ? എന്തായാലും എനിക്ക് തോന്നി. ആ ഡയലോഗ് കേട്ടതും എൻ്റെ കയ്യിൽ നിന്ന് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരുന്ന 2 പെട്ടെന്ന് അടങ്ങി. വരേണ്ട സാഹചര്യം ഉണ്ടായാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി എന്തായാലും എന്നെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. എന്തോ ഡബിൾ മീനിങ് വെച്ചിട്ട് പറയും പോലെ ആ പൊട്ടിമോള് പറഞ്ഞതും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ ഞങ്ങളും കൂടെ എന്ന് അവളുടെ മുന്നിലേക്ക് റയാൻ പറഞ്ഞതും അവൾ റയാനെ തന്നെ ഗൗരവത്തിൽ നോക്കി നിന്നതും നിങ്ങളിത് എന്ത് ക്ലിയർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നതെല്ലാം മോളെ പെപ്പോന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഹാജരായി. ചിലപ്പോൾ ലക്ഷ്മി ആൻറ്റിക്കായുള്ള പ്രോബ്ലം ആവും. ഞങ്ങളുടെ അടുത്ത് വന്ന് നന്ദു പറഞ്ഞതും അവളിൽ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ നിഹയിലേക്ക് തന്നെ നോട്ടം തെറ്റിച്ചു. നിങ്ങളെന്താ പിള്ളേരെ മാറി നിൽക്കുന്നത്? ഇങ്ങ് വാ മോളെ, ഇതാണ് എൻ്റെ മരുമക്കൾ എന്നും പറഞ്ഞ് നിഹയ്ക്ക് മുന്നിൽ അമ്മ ഞങ്ങളെ നിർത്തുമ്പോഴും അവൾ ഞങ്ങളെ 3നെയും സ്കെച്ച് ചെയ്യുവാണ്. ബാബീസും നിഹയ്ക്കും പരസ്പരം സ്കെച്ചിങ് ആണെന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞാനും അമ്മ എന്ത് സംഭവം എന്നറിയാതെ തമ്മിൽ നോക്കിയതും ഏട്ടന്മാർ ഓർഡർ അനുസരിച്ച് ചെന്ന് ഭാര്യമാരെ പരിചയപ്പെടുത്തി കൊടുത്തു. എനിക്കറിയാവരെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവരെ കാണാൻ കൂടിയാണല്ലോ ഞാനിങ്ങോട്ട് വന്നത്. ഒരുമാതിരി നിഗൂഢമായ ചിരി എന്നൊക്കെ പറയാലോ, അങ്ങനെ തന്നെയല്ലേ ആ സാധനം. എന്തായാലും അങ്ങനെ ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് നോർക്ക് കാണാൻ. എനിവേ കണ്ടതിൽ സന്തോഷമെന്നും പറഞ്ഞ് റിൻഷ ചേച്ചി പറഞ്ഞതും നീഹേച്ചൊന്ന് കെട്ടിച്ചിരിച്ചു. നിങ്ങൾ സംസാരിക്കേ, ഞങ്ങളൊന്ന് പുറത്ത് പോയി വരാം, ഒരു മീറ്റിംഗ് ഉണ്ട്. അമ്മ കേട്ടല്ലോ അല്ലേ? അന്നിഹ, നീ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ?
ഓഫ് കോഴ്സ് ഉണ്ടാവും. നിങ്ങൾ പോയി വാ എന്നൊക്കെ ഒരു പ്രത്യേക ട്യൂണിൽ പറഞ്ഞതും ഏട്ടന്മാർ മൂന്നും ബൈ പറഞ്ഞിറങ്ങി. ആൻറ്റി, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ടോ. ദേവ് കാറിൽ എൻ്റെ ബാഗ്സ് ഉണ്ടാവും, അതൊന്ന് ആരുടെങ്കിലും കൊണ്ടുവന്ന് റൂമിലെത്തിക്കാന്ന് ഓർഡർ ഇട്ടുണ്ട് പോൾ പോയി. അത് കണ്ട് എരിഞ്ഞു കയറിയെങ്കിലും അമ്മ റിലാക്സ് എന്ന ആക്ഷൻ കാണിച്ച് ഡ്രൈവർ ചേട്ടനെ കൊണ്ട് ബാഗ് എടുപ്പിക്കാമെന്ന് പറഞ്ഞു പോയി. ഹായ് മക്കൾസ്, എന്താണെല്ലാം നട്ടുപോയ സ്ക്വയറിനെ പോലെ ഇരിക്കുന്നത്? ഇനി നീഹ ചേച്ചി എങ്ങനെ സഹിക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുമ്പോൾ നോക്കണ്ട, കയ്യിലിരിപ്പ് അങ്ങനെയാണേ. നേരത്തെ ഡയലോഗ് കേട്ടത് നോക്കുമ്പോൾ അതാ ഹാൻഡ് ബാഗൊക്കെ ഇറക്കി വരുന്ന രാവിലെ എത്തുമെന്ന് പറഞ്ഞ 2 സാധനങ്ങൾ. വേറെ ആര്? ആദു ചേച്ചി എൻ്റെ അക്കു ചേച്ചി. ഒന്നുമില്ലേ, ന്യൂ എൻട്രി മുതലൊന്ന് ഞങ്ങൾക്കൊന്ന് സ്മരിച്ചതാ. ന്യൂ എൻട്രി മുതലോ? അതാർ? നിഹ വന്നിട്ടുണ്ട്, അവളുടെ കാര്യമായി പറയുന്നത്. അമ്മ പറഞ്ഞത് 2 ചാടി എണീറ്റു. യാ ഗോഡേ, അവൾ വന്നോ? എങ്കിലും ഓക്കേടാ ബൈ. അപ്പം ഞങ്ങൾ പോകും കേട്ടോ. അക്കു വാടാന്നും പറഞ്ഞ് ആദു ചേച്ചി വിളിച്ചതും അക്കു ചേച്ചി ബൈ പറഞ്ഞ് കൂടെ ഇറങ്ങി. എങ്ങോട്ടാണ് നീയൊക്കെ മുങ്ങുന്നേ എന്നും പറഞ്ഞ് അപ്പം തന്നെ ബാബീസിനെ 2നെയും പിടിച്ചു വെച്ചു. എൻ്റെ പൊന്നുമക്കളെ, ഞങ്ങൾക്ക് വയ്യ അവളുടെ ജാടയും പട്ടിഷോയും കാണാൻ. അന്ന് അവളുടെ ഒരു ഭരിക്കലും ആജ്ഞയും കോപ്പ് അത്രയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലേ മോളുസേ എന്നെ നോക്കി 2 ചോദിച്ചതും കാണാൻ പോണ പോലെ വെറുതെ എന്തിനാ പറഞ്ഞറിയിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ഹക്കു ദേവ് പോയപ്പോൾ തന്നെ 3 കൂടി എന്നെ അതിനെ പിടിച്ചിരുത്തി നിഹൻ്റെ പാസ്റ്റ് ചോർത്തുമ്പോഴാണ് അവൾ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടത്. അതോടെ ഞങ്ങൾ ഡീസൻ്റ് ആയിട്ടിരുന്നു. തുടരും. ബാക്കി അവരുടെ ഡീസൻസിയൊക്കെ നമുക്ക് നാളെ കാണാം അല്ലേ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇൻഷാല്ലാ വീണ്ടും കാണാം. ടിൽ ദെൻ മീസൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.